ഈ പർവ്വതം മാറിപ്പോയാലും ഈ കുന്നുകൾ നീങ്ങിപ്പോയാലും ഈ പർവ്വതം മാറിപ്പോയാലും ഈ കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറില്ല എന്നരുളിയവൻ കൂടെയുണ്ട്. എൻ്റെ ദയ നിന്നെ വിട്ടുമാറില്ല എന്നരുളിയവൻ കൂടെയുണ്ട്. എൻ്റെ വാഗ്ദത്തം എന്നു സുസ്ഥിരം, ദിനംതോറും അവനെ സ്തുതിക്കും. എന്നെ പാപത്തിൽ നിന്നു വീണ്ടെടുത്തവൻ ഇന്നും എന്നേക്കും താനാനന്യൻ. എന്നെ പാപത്തിൽ നിന്നു വീണ്ടെടുത്തവൻ ഇന്നും എന്നേക്കും താനാനന്യൻ. എൻ്റെ യേശുവെ ഞാൻ സ്തുതിക്കും, ദിനംതോറും അവനെ സ്തുതിക്കും. എന്നെ പാപത്തിൽ നിന്നു വീണ്ടെടുത്തവൻ ഇന്നും എന്നേക്കും താനാനന്യൻ. എന്നെ പാപത്തിൽ നിന്നു വീണ്ടെടുത്തവൻ ഇന്നും എന്നേക്കും താനാനന്യൻ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതസമയത്ത് വീണ്ടും തിരുവചനമായിട്ട് അടുത്ത് വരുവാൻ ദൈവമൊരുക്കിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയയും കരുണയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്: പർവ്വതങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോവും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. മനുഷ്യജീവിതത്തിൽ പലരും പലരോടും കരുണയും ദയയൊക്കെ കാണിക്കാറുണ്ട്. നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യജീവിതത്തിൽ നാം എങ്ങനെ കരുണയും ദയയും ഉള്ളവരായിരിക്കണമെന്ന് ചില വേദഭാഗങ്ങളിലൂടെ എടുത്തു കാട്ടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പറയുന്നത്: നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ശലോമോൻ തൻ്റെ സദൃശ്യവാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്: അനേകർ മനോവ്യസനത്തോടും നിരാശയിലും ഇരിക്കുമ്പോൾ അവരോട് കരുണ തോന്നി നല്ലൊരു വാക്കെങ്കിലും അവരോട് പറഞ്ഞാൽ അവർക്ക് ആശ്വാസമാകും. അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. സദൃശ്യവാക്യം 12-ാം അധ്യായം 25-ൽ പറയുന്നത്: മനോവ്യസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. എഫെസ്യ ലേഖനം 4:29-ൽ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരേണ്ടതിന് ഓരോ വിശ്വാസിയുടെ ഉത്തരവാദിത്വവും കടമയാണ്. അങ്ങനെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സഹജീവികൾക്ക് എന്നും അനുഗ്രഹം തന്നെയായിരിക്കും. സ്നേഹമുണ്ടെങ്കിൽ സന്തോഷിക്കാൻ സാധിക്കും. സന്തോഷിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകും. സമാധാനമുള്ളവർക്ക് ദീർഘക്ഷമ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരോട് ദയ കാണിക്കാൻ സാധിക്കും. ദയ കാണിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുവാൻ സാധിക്കും. ഇതോടൊപ്പം വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയവും ഇങ്ങനെയുള്ളവർക്ക് വിട്ടുമാറാതെ കൂടെ ഉണ്ടാകും. സദൃശ്യവാക്യം 11:17 ഇപ്രകാരം പറയുന്നു: ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നുവെന്ന്. അതെ, മറ്റുള്ളവരോട് ദയാലുവായാൽ നമ്മുടെ പ്രാണന് തന്നെ അനുഗ്രഹമായിരിക്കും. യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ പല വിഷയങ്ങളിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളതിൽ ഒന്ന്: നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകും, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദികെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവും ഉള്ളവൻ ആകുന്ന പോലെ നിങ്ങളും മനസ്സലിവ് ഉള്ളവരാകുവീൻ. കൊലോസ്യ ലേഖനം 3:12 അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ
തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും ചെയ്യുവീൻ. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ നമ്മൾ കണ്ടുവരുന്ന വിഷയങ്ങൾ വിവിധങ്ങളാണ്. ഈ വക വിഷയങ്ങളെല്ലാം എവിടെയോ ഓടി മറിഞ്ഞതുപോലെ നമുക്ക് തോന്നും. മറ്റുള്ളവരോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് അനുസരിച്ചുള്ള സഹകരണങ്ങളും സ്നേഹങ്ങളും അല്ലേ നടക്കുന്നത്. എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ഇക്കാലങ്ങളിൽ ആത്മീയരെന്ന് പേര് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ലോകമനുഷ്യരെക്കാൾ അധപ്പതിച്ച പ്രവർത്തനങ്ങളാണ് മിക്കവരിലും കാണുന്നത്. ഒരു ആരാധനാലയത്തിൽ ഇഞ്ചിപക്ഷവും കൊഞ്ചുപക്ഷവും ഉള്ളതുകൊണ്ട് പലരും സഭപ്പെട്ടു പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാനും അവരോട് ദയയും കരുണയും കാണിപ്പാൻ സാധിക്കുന്നില്ലെങ്കിൽ വിശ്വാസി എന്നുള്ള പേരിന് അർഹരല്ല. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുമാറുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നാമെങ്കിൽ സഹജീവികളോട് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സം സൃഷ്ടിക്കാതെ കർത്താവിൻ്റെ മാതൃകയെ പിന്തുടരുവാൻ സർവശക്തനായ അവർക്കും കൃപ ചെയ്യട്ടെ. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷം ചെയ്തതിനൊന്നേക്കും നിലനിൽക്കും. ആ നിരയിൽ നിൽപ്പാൻ ഇടയാകണമെങ്കിൽ മറ്റുള്ളവരോട് ദയയും കരുണയും കാണിച്ച് അവരെ കൂടെ നിത്യതയുടെ ഓഹരിക്കാരായി തീർക്കുവാൻ സർവശക്തൻ ഏവർക്കും കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് വരുവാൻ സമയം ആഗതമായി. ദൈവമായ കർത്താവ് അതിനുള്ള ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.